ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡിഗ്രിക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പോകാനും പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് പണിക്ക് വന്നു. ജർമ്മൻ ലാംഗ്വേജ് മീൻസ് ഞാൻ അബ്രോഡ് എന്നുള്ളൊരു കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞതിന് ശേഷം വേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വേറെ കൺട്രീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും അഫോർഡബിളും അല്ല. വീട്ടുകാർ ആദ്യമൊന്നും ഇതുണ്ടായിരുന്നില്ല. പണത്തിന്റെ പ്രശ്നം. ഫാമിലിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. സോ ഫൈനലി അതിന് ശേഷം വീടും കാര്യങ്ങളൊക്കെ പണയപ്പെടുത്തി അവൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ഗോൾഡും ഇത് കൊണ്ടുവച്ചു. ഉള്ള അച്ഛമ്മയുടെ ഉണ്ടായിരുന്ന ഒരു ചെയിനായിരുന്നു, അതും കൊണ്ട് വെച്ച് കടപ്പാടമാണ് നമ്മൾ ഇപ്പോൾ വിൽക്കുന്നത്. അവർ പോയി കഴിഞ്ഞാൽ എനിക്കും ആ ഒരു കുറ്റബോധം തന്നെയല്ലേ. എനിക്ക് പേടി തന്നെയായിരുന്നു. കാരണം വേസ്റ്റ് ആക്കുന്ന ടൈമിൽ എനിക്ക് എൻ്റെ വീട്ടുകാരനെ എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഞാൻ ആ ടൈം കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എൻ്റെ വീടും വീട്ടുകാരും എല്ലാവരും വെളിയിലാകും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് സൊമാറ്റോ ഓടും.